ഇവിടെ നമ്മൾ കാണുന്ന ഖുർആന്റെ കോപ്പി ത്വാഹ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയതാണ്. അദ്ദേഹം ജീവിതത്തിൽ 106 ഖുർആന്റെ കോപ്പികൾ എഴുതിയിട്ടുണ്ട്. 106 ഖുർആനിന്റെ കോപ്പി സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ജീവിതത്തിൽ 46ഓളം ഖുർആന്റെ കോപ്പി എഴുതിയിട്ടുണ്ട്. ഈ 106 ഖുർആന്റെ കോപ്പി എഴുതിയ വ്യക്തിക്ക് അള്ളാഹു കൊടുത്ത സൗഭാഗ്യം എന്താണെന്ന് അറിയോ? 107ാമത്തെ തവണ അദ്ദേഹം ഖുർആൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സൂറ യൂസുഫ് എഴുതുന്നതിനിടയിൽ അദ്ദേഹം മരണപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വചനം, യുബ്അസുൽ അബ്ദു അലാ മാ മാത അലൈഹി. ഒരു അടിമ എങ്ങനെയാണോ മരിച്ചത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരിക. ഇദ്ദേഹം എങ്ങനെ കടന്നു വരിക? ഖുർആൻ എഴുതിക്കൊണ്ട്. നമ്മൾ ഇന്ന് പല ആൾക്കാരും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒന്ന് കേൾക്കുന്ന കാര്യമാണ് എന്താണ്? മ്യൂസിക്. മ്യൂസിക്കിന്റെ ഇസ്ലാമിക വിധി എന്താ? ഹറാം. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അല്ലാതെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള അവസരമൊന്നുമല്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മരിച്ചാലോ? അള്ളാഹുവിനെ കണ്ടുമുട്ടുക മ്യൂസിക് കേട്ടുകൊണ്ട്, അള്ളാഹു നൽകിയിരിക്കുന്ന ചെവി കൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മരിക്കാൻ അവന് കിട്ടും. അതുപോലെ തന്നെ സിനിമ കാണുന്ന ആൾക്കാർ ആ ഒരു അവസ്ഥയിൽ മരിച്ചാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുക അള്ളാഹു നൽകിയിരിക്കുന്ന കണ്ടുകൊണ്ട് ഹറാമ് കണ്ടിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് കാര്യം നിസ്സാരമല്ല. നമ്മൾക്ക് നല്ലൊരു മരണം വേണമെങ്കിൽ ഇൻഷാ അള്ളാഹ് ഖുർആനുമായിട്ട് ബന്ധം സ്ഥാപിക്കും.